കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് വാഹനവും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ഓട്ടോ ഡ്രൈവർ പുങ്ങഞ്ചാൽ സ്വദേശി രാജുവാണ് മരിച്ചത്. വനിതാ ASIക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രദീപ്, എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത്? എന്താണ് ഈ അപകടത്തിന് കാരണമായത്? അതിൽ ദൃക്സാക്ഷികളുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? പ്രജിൻ, ഇന്ന് വൈകിട്ട് 7:30 വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിക്ക് സമീപം ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പോലീസുകാരന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷന് പോവുകയായിരുന്ന പോലീസ് ജീപ്പും ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ഈ ഓട്ടോറിക്ഷയിൽ മറ്റ് യാത്രക്കാരുണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നിരുന്നു. ഓട്ടോറിക്ഷയിൽ കുടുങ്ങിക്കിടന്ന ഈ രാജു എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പൊളിച്ചാണ് ആളുകൾ പുറത്തെടുത്തത്. അതേസമയം ഈ പോലീസ് ജീപ്പ് ക്രെയിൻ ഉയർത്തി മാറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നാട്ടുകാർ അത് തടയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വൈകിട്ട് 7:30 ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. എന്നാലും പോലീസ് ജീപ്പ് അമിത വേഗത്തിലായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ പോലീസ് ഭാഷ്യം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷ ഒരു സ്കൂട്ടറിൽ ഇടിക്കുകയും പിന്നീട് ഈ പോലീസ് ജീപ്പിൽ ഇടിക്കുകയുമായിരുന്നു എന്നാണ്. എന്തായാലും ഓട്ടോ ഡ്രൈവർ തത്സമയം മരണപ്പെടുന്ന സാഹചര്യമായിരുന്നു. പ്രജിൻ, ദൗർഭാഗ്യകരമായ സംഭവമാണ് അവിടെ കാസർഗോഡ് ഉണ്ടായത്. കാസർഗോഡ് വെള്ളരിക്കുണ്ടിലെ പോലീസ് സ്റ്റേഷനിലെ വാഹനവും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് ഒരാൾ, ഓട്ടോ ഡ്രൈവറായ പുങ്ങഞ്ചാൽ സ്വദേശി രാജു, മരിച്ചത്. പ്രദീപ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.